ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ബാലൻ അലീനയോട് സങ്കടത്തോടെ പറയുക, അവർക്ക് എന്താ എൻ്റെ മകൻ്റെ ചോരയാണോ വേണ്ടത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷേ തെറ്റ് ചെയ്യാതെ എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചിങ്ങനെ ഭയങ്കര സങ്കടത്തോടെ പറയാം. നിരപരാധിയെ പ്രതി ചേർത്തിട്ട് അയാൾക്ക് എന്നാ കിട്ടാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വീട്ടുകാർക്ക് എന്നാ ലാഭമോ കിട്ടാൻ പോണേന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലൻ അലീനയോട് ചോദിക്കുക കേട്ടോ. അവരുടെ പുറകിൽ നിന്നുള്ള ചതിയും വഞ്ചനയും ഓതിക്കൊടുക്കുന്ന ചോരകുടിയന്മാർക്ക് എന്നാ കിട്ടാനാണെന്നൊക്കെ ചോദിക്കുമ്പം ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, ഒരു സുഖത്തിന് വേണ്ടി അച്ഛാ. പാലായിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനല്ലേ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ. അദ്ദേഹത്തിൻ്റെ വീഴ്ച കാണാൻ ഒരു രസമാണെന്ന് അലീന പറയണു. അത് കേട്ടപ്പോൾ ബാലനൊന്ന് ചിരിച്ചുകൊണ്ട് ചെന്നിട്ട്, നീ ശരണ്യ ഉപദേശിച്ച രോഹിത്തിനെ രക്ഷപ്പെടുത്തിയെങ്കിലോ എന്നുള്ള സംശയിച്ചിട്ട് തടയാൻ വേണ്ടിയല്ലേ അവർ നിന്നെ വിലക്കിയതെന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. നിരപരാധിയെ പോലും വെറുതെ വിടരുതെന്നല്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ ക്ഷോഭിക്കല്ലേ എന്നും അതുകൊണ്ട് എന്താ ഗുണമെന്നും അലീന ചോദിക്കുക. നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. എന്നാ സമാധാന മോളെ നമുക്കിനി ഉള്ളത്? ഇനി എല്ലാവരും കൂടെ ആ പെണ്ണിനെ ഉപദേശിച്ചും ഭീഷണിപ്പെടുത്തിയും അതിൻ്റെ ഉള്ള മനസാക്ഷിയും കൂടെ നശിപ്പിച്ച് കളയുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ അലീനയോട് പറയുക. അപ്പോൾ ഇവർക്ക് ടെൻഷനായി. എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോഴേ അവൾ കോടതിയിൽ കയറി നിന്ന് രോഹി കുറ്റക്കാരനാണെന്ന് തന്നെ പറയുമെന്ന കാര്യവും ബാലൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അലീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബബിതയ്ക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല. ബബിത ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അന്നേരം അച്ഛൻ ഇങ്ങനെ നിരാശപ്പെടാതെയെന്ന് അലീന ബാലനോട് പറഞ്ഞു. നീ ആ ദുഷ്ടന്മാർക്കിടയിലോട്ടാണല്ലോ അലുവും കാരുണ്യമൊക്കെ ആയിട്ട് ചെന്നതെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ അലീനയോട് പറയുക. ഇപ്പം മനസ്സിലായല്ലോ അവരുടെ തനി നിറം എന്താണെന്ന്. അതുകൊണ്ടല്ലേ രോഹിത് നിരപരാധിയാണെന്ന് നമ്മളും അറിഞ്ഞതെന്ന് അലീന അന്നേരം തിരിച്ചു ചോദിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ അറിയോ? നമ്മളും അവനെ കുറ്റപ്പെടുത്തുകയും വിധിക്കുകയും ചെയ്യില്ലായിരുന്നു എന്ന് അലീന ബാലനോട് ചോദിക്കുക. അപ്പോൾ എനിക്കറിയില്ല, അറിയാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞപ്പം അച്ഛൻ വിഷമിക്കാതിരിക്കുക. ദേ, ഒരിടത്ത് നന്മയുടെ ഒരു വിത്തിട്ടാൽ വേറൊരിടത്തായിരിക്കും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത് എന്ന് പറയാം മകൾ അച്ഛനോട്. അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണ അലീന ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അലീന ഫോൺ എടുത്ത് രേവതിക്കുട്ടിയെ വിളിക്കുക. അപ്പോൾ രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് നിൻ്റെ ജോലിയൊക്കെ തീർന്നെന്ന് ചോദിച്ചു. തീർന്നില്ല, എന്നാലും ഫ്രീയാ. അവിടെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്ന് ശരണ്യയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നെന്നും അത് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. ശരണ്യ ഓക്കെ ആയോ ചേച്ചി? എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതെന്നാ അവിടെ ഇല്ലായിരുന്നു അവൾ? അന്നേരം അത് അവരെന്നെ വീട്ടിൽ കയറ്റിയില്ല എന്നുള്ള കാര്യം പറയുക. ശരണ്യയെ പുറത്തോട്ട് ഇറക്കി വിട്ടതുമില്ല എന്ന് പറഞ്ഞു. ചേച്ചി ചെന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നെ അവർ വിലക്കിയിരിക്കുകയാണെന്നും ഇനി ശരണ്യയെ കാണരുത്, മിണ്ടരുത്, ആ കോളനിയിലോട്ട് ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതെന്നാ ചേച്ചി പെട്ടെന്നൊരു മാറ്റമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പേടിയാ ഞാൻ ശരണ്യെ വശത്താക്കി കേസ് അട്ടിമറിക്കുമോ ഇല്ലയോ എന്നുള്ളതെന്ന് പറഞ്ഞു. അതെങ്ങനെ സാധിക്കും ചേച്ചിക്കെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അലീന. അവരുടെ തെറ്റിദ്ധാരണയാണെന്ന് പറയുമ്പം അതിനൊരു കാരണം വേണ്ടേ ചേച്ചി? അപ്പോൾ ഞാനൊരു ദിവസമേ അവളെ പുറത്തോട്ട് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ എങ്ങോട്ട് ടൗണിലാണോ? അല്ല, അവിടെ ഒരു അമ്പലത്തിൽ. അവിടെ വെച്ച് അവൾ എൻ്റെ അടുത്തൊരു രഹസ്യം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ രഹസ്യമാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അന്ന് അവൾ പറഞ്ഞ കാര്യങ്ങൾ പറയുക. അപ്പോൾ ഈ വിവരം അവളുടെ വീട്ടുകാരറിഞ്ഞു കാണുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പം അറിഞ്ഞാലിപ്പോൾ എന്നാ ആ പെൺകുട്ടി ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ എന്ന് രേവതി ചോദിച്ചു. അവളുടെ വീട്ടുകാർക്ക് പേടിയായി കാണും. അവരെല്ലാവരും കൂടി രോഹിത്തിനെ കുറ്റക്കാരനാക്കി വെച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കൂടെ അവിടെ ചെന്ന് ഇനി ശരണ്യയെ ബ്രെയിൻ വാഷ് ചെയ്ത് സത്യങ്ങളെല്ലാം വിളിച്ചത് കൊണ്ടുവന്നെങ്കിലോ എന്നുള്ള പേടിയായിരിക്കും അവർക്ക്. അപ്പോൾ അവർ സത്യമില്ലാത്തവരാണോ ചേച്ചി? സത്യത്തിൽ അവർക്ക് പേടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ രോഹിത്തിനെ കൂടി പേര് ചേർത്തതിലെ പോലീസും പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ടെന്നാണ് ശരണ്യ പറയുന്നതെന്ന് പറഞ്ഞപ്പം ചേച്ചി അവരൊക്കെ സത്യം പറയാൻ കൂട്ടു നിൽക്കല്ലേ വേണ്ടത്? കുറ്റം ചെയ്യാത്ത ഒരാൾ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റിയിട്ട് അവർക്ക് എന്നാ കിട്ടാനാണെന്ന് രേവതി കുട്ടി ചോദിച്ചു. അപ്പം അതൊരു രോഗമാണ് മോളെ, സമൂഹ മനസാക്ഷിയെ ബാധിച്ചൊരു രോഗം. ഒരു പീഡന കേസിൽ 2 പേരേ ഉള്ളെന്ന് കേട്ടാൽ ഒരു ഗുമ്മില്ല, അതങ്ങ് വിട്ടുകളയുമല്ലോ. 56 പേരുണ്ടെന്ന് കേട്ടാൽ വായിക്കാനും അറിയാനും ഭയങ്കര ഉത്സാഹമായിരിക്കുമെന്നും അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയാം. വലിയ ഭൂകമ്പം ഉണ്ടായിട്ട് ഒരാളെ മരിച്ചുള്ളൂ എന്നുള്ള വാർത്ത വായിക്കാതെ അത് വിട്ടുകളയും. 10,000 പേര് മരിച്ചു എന്ന് കേട്ടാലോ പത്രങ്ങൾ മുഴുവനും അരിച്ചു പേർക്കും അവർ. അത് ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് രേവതിക്കുട്ടി അന്നേരം പറഞ്ഞു. ദുരന്തങ്ങളെല്ലാം വലുതായിരിക്കണം. കൂട്ട ബലാത്സംഗം, കൂട്ട കൊലപാതകം, കൂട്ട ആത്മഹത്യ, ഇതെല്ലാം പത്രങ്ങളും TV-യും ഒക്കെ പെരുപ്പിച്ച് കാണിക്കുന്നതേ ആളുകൾക്ക് അതിൽ കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടാണെന്ന കാര്യം അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുക. ശരണ്യയുടെ പീഡനക്കേസിലും ഇനിയും പല പ്രതികളും പിടിയിലാകാനുണ്ടെന്നൊക്കെ പത്രങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു
എന്നൊക്കെ നീ ഓർക്കണില്ലേന്ന് ചോദിച്ചു. കുറഞ്ഞത് 16 പേരെങ്കിലും വേണമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം ലിസ്റ്റിലുള്ള ഒരുത്തൻ എസ്കേപ്പായി പോവുക എന്ന് വെച്ചാൽ അത് അവർക്കാർക്കും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റ് ചെയ്യാഞ്ഞിട്ടും രോഹിത് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ല ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മോളെ, മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ശരണ്യയ്ക്ക് ദയ തോന്നണമെന്നും പക്ഷേ അവരുടെ കൂടെയുള്ളവരെ അതിന് സമ്മതിക്കും എന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ കഷ്ടമായിപ്പോയല്ലോ ചേച്ചി. അതെ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്, വേറൊന്നും പറയാനില്ല മോളെ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അലീനയ്ക്കൊരു ആശ്വാസം. രേവതിക്കുട്ടി എന്നിട്ട് ഇങ്ങനെ ഇരിക്കും അവിടെ. ഈ സമയം പിന്നെ കാണിക്കുന്നത് ഈ അന്ന് നമ്മുടെ അലീനയെ രക്ഷിച്ച സാറിനായിട്ട് ആ സാറിന് ഫോൺ വന്നിരിക്കുക. അപ്പോൾ ഇവിടെ ആരും ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ല, ആരുടെയും പ്രഷറും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പോലീസിന് നിങ്ങൾ ആരും നടപടിക്രമങ്ങളൊന്നും പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പഠിച്ച് ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടാണ് ഓരോ പോലീസുകാരനും കാക്കിയിട്ട് ഡ്യൂട്ടിയിൽ എൻട്രി ആവുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഫോണിൽ സംസാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ദേ ആ വീട്ടിൽ ചെന്ന്, അതായത് ശരണ്യയെ ചെന്ന് ഉപദേശിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയും അതിന് മുന്നേ വന്ന ഒരു സമുദായക്കാരനും കൂടെ ഓടിക്കതച്ച് ആ സാറിൻ്റെ മുന്നിലേക്ക് ചെന്നു. അപ്പോൾ നിങ്ങൾ ആരുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് ഓടിക്കയറി പോകുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ സാറ് തന്നെ ഞങ്ങളോട് ചൂടാകുന്നതെന്ന് ഇവർ ആ സാറിനോട് ചോദിച്ചു. നിങ്ങളോട് ആര് ദേഷ്യപ്പെട്ടു? നിങ്ങൾക്ക് എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം, ഞങ്ങൾ പോലീസുകാരെ സംസാരിക്കാൻ പാടില്ലെന്നാണോ ആ സാറ് ചോദിച്ചു. ആ സ്വർണ്ണക്കട മുതലാളിയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി പലരും പല ഉടായ്പകളുമായിട്ട് രംഗത്തുണ്ട് സാറേ എന്ന് പറയാം. ആ ബാലചന്ദ്ര മേനോൻ സുന്ദരികളായ പെൺകുട്ടികളെ കളത്തിലിറക്കിയാണ് കളിക്കുന്നതെന്ന് പറയുമ്പം എത്ര സുന്ദരികളുണ്ട് അപ്പോൾ എണ്ണമൊന്നും എനിക്കറിയത്തില്ലെന്ന് ആ പുള്ളിക്കാരി പറഞ്ഞു. പേരും അഡ്രസ്സും അറിയാവോ? അപ്പോൾ അതിലൊരുത്തിയുടെ പേര് അലീന എന്നാണെന്നും അവൾ ശരണ്യെ വശത്താക്കാൻ വേണ്ടി പല ദിവസങ്ങളിലായി മെനക്കെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആണോടോ എന്നാ പെങ്കൊച്ചിൻ്റെ അച്ഛനോട് ചോദിച്ചു. അലീന എന്ന സുന്ദരിയും തൻ്റെ മകളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് അപ്പോൾ എൻ്റെ മോളുമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞൊരു ദിവസം എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് കനാലിലരികിലൊക്കെ പോയെന്ന് പറഞ്ഞു, അമ്പലത്തിലൊക്കെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളല്ലേടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചേട്ടനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അതിലെന്തോ ദുരുദ്ദേശമുണ്ട് സാറേ എന്ന് പുള്ളിക്കാരി പറയാം. അവളിൽ സമ്മർദ്ദം ചൊലുത്തി ആ സ്വർണ്ണക്കട മുതലാളിയുടെ മകനെ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ആണോടോ എന്ന പെണ്ണിൻ്റെ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ സംശയമുണ്ട് എന്ന് ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ താൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മകളുമായിട്ട് സംസാരിക്കാൻ അനുവദിക്കരുത്, വീട്ടിൽ കയറ്റരുത്, മോളെ കൂടെ അയക്കാനും നിൽക്കരുത്, താനത് മുമ്പ് ചെയ്തോടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല. അപ്പം എത്രയും വിചാരിച്ചില്ല എന്ന്? തൻ്റെ മക്കളും കോളനിക്കാരും കൂടി ചേർന്ന് അലീനെ ചുട്ടുകളയാൻ ശ്രമിച്ചില്ലായിരുന്നോടോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞല്ലേടോ അവൾ തൻ്റെ വീട്ടിൽ വന്നത്, തടയാൻ പറ്റത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇയാൾക്ക് മറുപടിയില്ല ആ സാറ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും. അപ്പോൾ സാറ് ക്രിമിനൽസിൻ്റെ പക്ഷം ചേർന്ന് സംസാരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം ക്രിമിനൽസ് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാം മിസ്റ്റർ. നിങ്ങൾക്ക് പഴം പുഴുങ്ങാൻ വേണ്ടി ഇരിക്കുകയല്ല പാലാ പോലീസ്, കേട്ടോ. യഥാർത്ഥ വിവരങ്ങളെ യഥാർത്ഥ സമയത്ത് ഞങ്ങൾ അറിയുന്നുണ്ടെന്നും എല്ലാം ഞങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം പറയാം. തൻ്റെ മകളുടെ വായിൽ നിന്ന് ഒരു സത്യം അറിയാതെ ചോർന്നു പോയി, അതിൻ്റെ പേരിലല്ലേ ഈ ബഹളി കാണിക്കുന്നത് അല്ലേടോ എന്നും ചോദിച്ചിട്ട് പോലീസുകാരനെ എടുത്തിട്ട് അലക്കുക അച്ഛനെ. അപ്പോൾ സാറും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്ന പുള്ളിക്കാരി ചോദിച്ചപ്പം അതെ അറിഞ്ഞുകൊണ്ട് തന്നെ. എന്താടോ എന്താ എന്ന് ചോദിച്ചാൽ സ്ത്രീയോട് പോലീസുകാരൻ ദേഷ്യപ്പെട്ടു. തെറ്റ് ചെയ്യാത്ത ഒരുത്തനെ കൂടി നിങ്ങൾക്കൊക്കെ കുരിശേ കയറ്റണം, കയറ്റിക്കോളാൻ പറഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയൊന്നും തിരുത്താൻ പറ്റത്തില്ല സാറെന്ന് പറയുമ്പോൾ വേണ്ട, തിരുത്തണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് നടക്കട്ടെ, എന്നെ ഉപദ്രവിക്കരുത് എന്ന് സാർ ഇവരോട് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ പ്രഭാര എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു. ഓ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ അങ്ങനെ എവിടെ ഇരിക്കുക. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് വലിയ കൈകൂപ്പിയൊക്കെ കാണിച്ച് അവിടെ നിന്ന് അങ്ങ് പോയി. ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സാർ അവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജ ഇങ്ങനെ അവിടെ കിടന്ന് കൈയൊക്കെ ചൊറിഞ്ഞിങ്ങനെ കിടക്കുന്നു. അപ്പോൾ രണ്ടുപേര് വൈജയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഇതാരാണെന്ന് അറിയാവോ? ഹൗസ് ഓണറായി നിൽക്കുന്നത്. ഹൗസ് ഓണർ. അപ്പം വൈജ വീട് വാടകയ്ക്ക് എടുക്കുന്ന കാര്യമൊക്കെ നോക്കിയില്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പുള്ളിക്കാരി ഇപ്പോൾ ആശുപത്രിയിൽ കിടന്നുകൊണ്ടേ. അപ്പോൾ ഈ വീട്ടുകാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീടിൻ്റെ ഫോട്ടോയൊക്കെ ഒന്ന് കാണിച്ചേ നോക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു. ആ സമയത്ത് എന്നെ പരിചയമുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് നല്ല പരിചയമുണ്ട്. മേഡത്തിൻ്റെ ബാങ്കിലെ ഞാൻ പലതവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇയാൾ സംസാരിക്കാം. ഞാൻ ഹൗസിംഗ് ലോൺ സെക്ഷൻ്റെ മാനേജറാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്കറിയാം. ഹൗസിംഗ് ലോണിനെ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നെന്നും എൻ്റെ പേരെ കമ്പളപ്പാറ സജി സെബാസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ലോൺ കിട്ടിയില്ലായിരുന്നു? അന്നേരം ഇല്ല, തന്നില്ല മേഡം, ഏതാണ്ടൊക്കെ ന്യായം പറഞ്ഞ് അത് മുടക്കി വിട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം
അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുമ്പം വഴിയില്ലെന്നും പറഞ്ഞ് അന്ന് മുടക്കിയതേ. വഴിയൊക്കെ ഉണ്ടായിരുന്നു. മേഡം നോക്കിയപ്പോൾ വീതി കുറവായിട്ടാണ് തോന്നിയത്. ടിപ്പർ കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന വഴിയാ. ടിപ്പറിനല്ലേ ഞാൻ വീട് പണിക്കുള്ള കല്ലും മണലും ഒക്കെ ഇറക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അതിനുശേഷം പിന്നെ വീടിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. പിന്നെ വെള്ളമുണ്ട്, വഴിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ പറയാം. അപ്പോൾ ഫർണിച്ചറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം സാറ് തന്നെ പറഞ്ഞിട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു. അതിനുശേഷം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കട്ടിൽ, അത് ഇത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ എത്ര രൂപ റെൻറ്റ് പറയുന്നതെന്ന് വായിച്ച് ചോദിക്കുമ്പം വെറും 20,000 രൂപയുള്ളൂ, 1,00,000 രൂപ അഡ്വാൻസ് തരണം, അത് സെക്യൂരിറ്റി എമൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം സാധാരണ എല്ലായിടത്തും 3 മാസത്തെ വാടകയല്ലേ അഡ്വാൻസ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിനെ 5 മാസത്തെ വാടക അഡ്വാൻസ്, അതിൽ കുറഞ്ഞ് ഞാൻ പിടിക്കുകയില്ല എന്ന് ഇയാൾ വൈദ്യോട് പറയാം. അപ്പോൾ വൈദ്യ അന്തം പറ്റേ നോക്കുക, അഡ്വാൻസ് കുറച്ച് കൂടി പോയി കേട്ടോ, സൗകര്യം ഉണ്ടെങ്കിൽ മതിയെന്നേ, എനിക്ക് നിർബന്ധമൊന്നുമില്ല, മേഡം തന്നെ എൻ്റെ വീടങ്ങ് വീട്ടിൽ വരണമെന്ന്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയുന്നത് പറഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ആലോചിച്ചോ, ഇന്ന് തന്നെ പറയണേ, വേറെ ആൾ നിൽപ്പുണ്ട് കേട്ടോ, ഇത് പിന്നെ ബേബി പറഞ്ഞത് കൊണ്ടാന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. ശരി എന്നാൽ ഞങ്ങളങ്ങോട്ട് എന്ന് പറഞ്ഞ ഇയാൾ പോകുമ്പോൾ ബേബി വന്നിട്ട് എന്താ മാഡം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എടോ വീടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അഡ്വാൻസാണ് പിടിക്കാത്തതെന്ന് പറയുമ്പം അതൊന്നും സാരമില്ലെന്നേ, 3 മാസത്തെ അഡ്വാൻസ് എവിടെയാണെങ്കിലും കൊടുക്കണ്ടേ മേഡം, നല്ല വീടാണെന്നേ, വേറെ ആൾക്കാർക്കൊക്കെ നോട്ടമുണ്ട്, അതാണ് ഇത്ര മസിൽ പിടുത്തം. അപ്പം ബേബി പറഞ്ഞാൽ കുറയ്ക്കത്തില്ലേന്ന് ചോദിച്ചു. കുറച്ചേനെ മേഡം ഒന്ന് ലോൺ കൊടുത്തിരുന്നെങ്കിൽ. കൊടുത്തില്ലല്ലോ, അപ്പോൾ പിന്നെ കൂടുതൽ പറയണ്ട, നമ്മളൊരു കടുംപിടുത്തം പിടിച്ചാൽ പകരം മറ്റുള്ളവരും പിടിക്കും എന്ന് പറയുമ്പം എന്നതേലും ആവട്ടെ, എഗ്രിമെൻറ്റ് സൈൻ ചെയ്തോളാൻ പറഞ്ഞു. മേഡം ഉറപ്പിച്ചു. ഓക്കെ, എന്തായാലും ശരി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അപ്പോൾ 20,000 രൂപ ബ്രോക്കർ ഫീ തരണമെന്ന് പറഞ്ഞു. 20,000 രൂപ ബ്രോക്കർ ഫീയോ? 1 മാസത്തെ വാടക, അതാണ് അതിൻ്റെ ഒരു കണക്ക്. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹൗസ് ഓണറോട് നിങ്ങൾ കമ്മീഷൻ വാങ്ങിക്കത്തില്ലേന്ന് ചോദിച്ചു. മേഡം എന്നാത്തിനും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അറിയുന്നത്, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. തേൻകൂട്ടി ചെന്നാലും കൊതുകിന് ചോര തന്നെ വേണം. അപ്പോൾ ഇതാണോ തേൻകൂട്? അപ്പോൾ ഇത് കടന്നൽക്കൂടല്ലേ? പോട്ടെ, അപ്പോൾ പിന്നെ എഗ്രിമെൻ്റ് ഇന്ന് തന്നെ എഴുതിക്കാമേ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് ഇറങ്ങിപ്പോയി. വൈജി ഇങ്ങനെ അവിടെ കിടക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അലീന അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും, അച്ഛന് കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട്. അവിടെ ചെന്നപ്പോൾ ബാലനെ കണ്ടില്ല. അപ്പോൾ അച്ഛാന്ന് പറഞ്ഞ് വിളിച്ച് ഇതിലേക്ക് നടന്നപ്പം നീ ഇതെങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു ബാലൻ. അച്ഛൻ എവിടെയായിരുന്നു? ഞാൻ ആ ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് ദേ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ബിസിയാണോ പോകാനെന്ന് ചോദിക്കുമ്പം ഇല്ല, എന്നാൽ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞു അലീനയെ വിളിച്ചു, മുറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അലീനയാണെങ്കിൽ എന്താ അച്ഛാന്ന് ചോദിച്ചിങ്ങനെ അടുത്ത് നിൽക്കുക. അലീന, നീ അന്ന് പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോൾ ആരാ നിനക്ക് വേണ്ടി പോലീസിനോട് സംസാരിച്ചതാ? അപ്പോൾ മാമച്ചനങ്ങളും ഗ്രേസമാൻ്റെയും അത് രേവതിക്കുട്ടി കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞു. മാമച്ചൻ ഡയറക്റ്റായിട്ട് ഇടപെട്ടോ? ഇല്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ റിലേറ്റീവ്സ് അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതെ, കുറവിലങ്ങാടുള്ള കുര്യച്ചനങ്ങളാണെന്ന് പറഞ്ഞു. ഗ്രേസമാൻ്റിയുടെ ആങ്ങളെയാണെന്നും പറഞ്ഞു. പുള്ളിക്കാരൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാലാ DYSPയുടെ മോളെയാണെന്നും പറഞ്ഞു. അപ്പോൾ DYSP മധുസൂദനൻ നായരല്ലേ? അപ്പോൾ അതെ, ലവ് മാരേജ് ആയിരുന്നെന്നും പണ്ടത്തെ കാലത്താണെങ്കിലും നടക്കുമോ എന്നൊക്കെ ചോദിക്കാട്ടോ അലീന. മധുസൂദനൻ നായർ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നോ? വന്നായിരുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മകൾ വിളിച്ച് ന്യായമായൊരാവശ്യം പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ബാലൻ ആ വഴിയിൽ ചിന്തിക്കുകയാണ്, ഇനി അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചിട്ട് ഒരു വഴി തെളിയുകയാണെങ്കിൽ എന്നുള്ളൊരിത്. അപ്പോൾ മോളെ, നമുക്കേ മാമച്ചായനെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കാം. അപ്പോൾ രോഹിത്തിൻ്റെ കാര്യത്തിനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും വരുന്നത് പോലെ വരട്ടെ എന്നും കരുതി നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അത്ര നിർഗുണനാണോ മോളെ ഞാൻ? അവൻ്റെ അച്ഛനായി പോയില്ലേടി ചോദിക്കുമ്പം അച്ഛനെല്ലാം ആലോചിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ മൂക്കോളം മുങ്ങിയവൻ ഇനി എന്നെ ആലോചിക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ അലീനയും അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കാം. അച്ഛൻ രണ്ടിലൊന്ന് തീരുമാനിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നല്ലേന്നും അലീന ചോദിക്കുമ്പോൾ മോളെ മോളെ എൻ്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ല, എനിക്ക് അവനെ രക്ഷിച്ചെടുക്കണം, നീ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് നമ്പർ ഞെക്കിയപ്പം അവരുടെ നമ്പറൊക്കെ നമുക്ക് ബൈഹാർട്ടാണെന്ന് ചോദിച്ചു. രേവതിക്കുട്ടിയുടെ നമ്പറാണെന്നും പറഞ്ഞ് അലീന വിളിച്ചു. ഹലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. ഇത് അച്ഛൻ്റെ ഫോൺ, എനിക്കറിയാം ചേച്ചി, ഞാൻ നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, അവിടെ എന്തുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പം അത് പിന്നെ കുറേ പറയാനുണ്ടെന്നേ. ജോസൂട്ടി ആൻറ്റിയോട് പിണങ്ങി സ്ഥലം വിട്ട് പോയി എന്നൊക്കെ പറയുക. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേ കിലുക്കത്തിൽ ഇന്നസെൻറ്റിൻ്റെ മാതിരി തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അന്നേരം അലീന ചിരിച്ചു. ആണോ എന്നും ചോദിച്ചു. മാമച്ചനങ്ങളുണ്ടോ അവിടെ മോളെ? ഉണ്ട് ചേച്ചി. എന്നായിരുന്നു? അച്ഛന് അങ്കിളിനോടൊന്ന് സംസാരിക്കണം, നീ ഒന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിച്ചു. എന്നാ ചേച്ചി അതിൻ്റെ ഗുട്ടൻസ്? സീരിയസ് മാറ്റർ വല്ല ആണോ? അതെ,
ഒരു അല്പം സീക്രട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് അത് പറയാമെന്ന് പറഞ്ഞു. ആ ശരി ചേച്ചി, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ കൊണ്ടൊന്ന് ഫോൺ കൊടുക്കുവാണ്. ഹലോ അങ്കിളെ. ആ പറഞ്ഞു അലീന. അതെ, ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, ഇവിടുത്തെ രോഹിത് കേസിൽപ്പെട്ട ഇപ്പോൾ സബ് ജയിലിലാണല്ലോ ഉള്ളത്. ആ എനിക്കറിയാം. അവിടുത്തെ സ്റ്റോറി മുഴുവനും രേവതിക്കുട്ടി പറഞ്ഞ് എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് പിന്നെ ഇപ്പോൾ ആ കേസിലൊരു വഴിത്തിരിവ് വന്നിരിക്കുകയാണെന്ന് അലീന പറയുമ്പം വഴിത്തിരിവോ? സംഗതി എന്താണെന്ന് വെച്ചാൽ രോഹിത് നിരപരാധിയാണെന്ന് പറഞ്ഞു. ആണോ? ആ പെൺകുട്ടി തന്നെ എന്നോട് സത്യം പറഞ്ഞു എന്ന് അലീന പറയാട്ടോ. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ മാമച്ചായനോട് പറയുന്നു. അതൊക്കെ കേട്ട് മാമച്ചായൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ബാലൻ അലീന സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ടെൻഷൻ അടിച്ച് ബാലൻ ഒരു പരുവായി. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു നീക്കുപോക്ക് രോഹിത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ്. അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണേ. ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.